Understand that what has happened is a blot in the history of Kerala. It's a very terrible thing. There is no excuse for opening fire on women and children like this. There is no argument. There is absolutely no reason for this to have happened. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യാവകാശ ക്യാമ്പയിൻ എന്ന പേരിൽ ഒന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പശ്ചാത്തലത്തിൽ വിശേഷിച്ചും ആദിവാസികളുടെ കാര്യം ശക്തമായി ഉയർത്തിപ്പിടിക്കണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെയും ജമാഅത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അത് നീതിയും മനുഷ്യാവകാശങ്ങളുമാണ് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത്. മാനുഷിക മൂല്യങ്ങൾ, നീതി, മനുഷ്യാവകാശം, അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനം എന്നിവയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. And if it had happened to anybody other than Adivasis, all of you know what would have happened, So it is a shame for us. It's a shame, a big shame for me as a Malayali to have to remember this as a part of the history of the time I was alive anyway. ഇത്ര അല്പസമീപനത്തോടെയും ഇത്രയും മിതമായ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഇതുപോലത്തെ ഒരു അറ്റംപ്റ്റിനെ നിർവീര്യമാക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അക്രമം കാണിച്ചതായ പോലീസുകാരും അതുപോലെ അന്യായമായി ആദിവാസികളെ പിടിച്ചു പുറത്താക്കിയതായ തെരുവുതണ്ടികളായി നടത്തിയതായ കൂട്ടരും ശിക്ഷയ്ക്ക് അർഹരായതുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് നേരെ ശിക്ഷാ നടപടികൾ എടുക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താമസ സൗകര്യം. പാർപ്പിടമില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതാണ്. ഇത് ചെയ്ത് കാണുന്നില്ല. കടലാസിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ പറയുന്നു എന്നല്ലാതെ അവർക്ക് ഉടമാവകാശം കിട്ടുക, കെട്ടിടമുണ്ടാക്കാനുള്ളതായ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകുക, ഇത് ചെയ്ത് കിട്ടിയിട്ടില്ല. വെറുതെ മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല. ഇപ്പം ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ആദിവാസികൾക്ക് ഗവൺമെന്റിൽ വിശ്വാസമില്ലാതെ കൊണ്ട് വന്ന വിഷയമാണ്.